നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ പോർച്ചുഗലിന് സമനില. ക്രൊയേഷ്യയാണ് അവരെ 1-1 സമനിലയിൽ തളച്ചത്. അങ്ങനെ ക്രൊയേഷ്യയും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. പോർച്ചുഗൽ നേരത്തെ തന്നെ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചതായിരുന്നു. മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വിശ്രമം കൊടുത്തതാണ്. CR7 ഇനി മാർച്ച് മാസത്തിൽ 2025 മാർച്ച് മാസത്തിൽ മാത്രമേ പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി കളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും അദ്ദേഹത്തിന് 40 വയസ്സായിട്ടുണ്ടാകും. ഏതായാലും CR7 ഇല്ലാതെ കളിക്കാനിറങ്ങിയ മത്സരം പോർച്ചുഗൽ വിജയിച്ചില്ല. പോർച്ചുഗലിന് വേണ്ടി ഗോൾ അടിച്ചത് ജാവോ ഫെലിക്സ് ആയിരുന്നു. ക്രൊയേഷ്യയുടെ ഗോൾ ജോസ്കോ ഗാഡിയോളിൻ്റെ വകയായിരുന്നു. മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജാവോ ഫെലിക്സും റാഫേൽ ലിയാവോയും ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്താവട്ടെ ലൂക്ക മോഡ്രിച്ച് ക്രൊയേഷ്യയ്ക്ക് വേണ്ടി വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. കളിയുടെ 33-ാമത്തെ മിനിറ്റിലാണ് ജാവോ ഫെലിക്സിൻ്റെ ഗോൾ പോർച്ചുഗലിന് ലീഡ് നേടിക്കൊടുത്തത്. പക്ഷേ രണ്ടാം പകുതിയിൽ ക്രൊയേഷ്യക്കായിട്ട് 65-ാമത്തെ മിനിറ്റിൽ ജോസ്കോ ഗാഡിയോൾ ആ ഗോൾ മടക്കുകയായിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ 6 കളികളിൽ നിന്ന് 14 പോയിന്റുമായിട്ട് പോർച്ചുഗൽ ഗ്രൂപ്പ് A1 ലീഗ് എയുടെ ഗ്രൂപ്പ് 1 ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് ക്വാർട്ടറിലേക്ക് കടക്കുന്നതെങ്കിൽ 6 കളിയിൽ നിന്ന് 8 പോയിന്റുമായിട്ട് ക്രൊയേഷ്യ രണ്ടാം സ്ഥാനക്കാരായിട്ട് മുന്നോട്ട് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.